ഈ അമ്മ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായിരുന്നത്. ഷീലു എബ്രഹാം ഒരു പത്രിക സമർപ്പണം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് അഭ്യൂഹം മാത്രമാണോ അതോ പത്രിക സമർപ്പിച്ചിട്ടുണ്ടോ? അഭ്യൂഹമാണ്. അതെ, സമർപ്പിച്ചിട്ടില്ല. ഓക്കെ. പ്രത്യേകിച്ച് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ കിടന്ന് ഷീലുവിൻ്റെ തന്നെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ സ്ത്രീകളെല്ലാവരും കൂടി ചേർന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതെല്ലാം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാൻ സാധ്യത ഉണ്ടെന്നല്ലോ. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും മുൻനിർത്തിയ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് ഗ്രൂപ്പിൽ? ഇല്ല, ഞാനിതിലൊന്നും ഒരു ഗ്രൂപ്പിലുള്ള ആളല്ല. ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന, ഒറ്റയ്ക്ക് പോരാടുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ ഒരു ഗ്രൂപ്പിലില്ല, ആരുടെയും കൂടെ ഇല്ല. എൻ്റെ കൂടെ ഇപ്പോഴും ആരുമില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എപ്പോഴും ലെഫ്റ്റായി. ഞാൻ 1 വീക്കേ ഗ്രൂപ്പിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ 1 വീക്ക് കഴിഞ്ഞതേ പോയ ഒരാളാണ്. ഞാൻ ഒരു ഗ്രൂപ്പിൽ, അത് അമ്മ റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും, എനിക്കിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കണ ഇഷ്ടമുള്ള ആളല്ല. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫോൺ വിളിക്കും, സംസാരിക്കും. അപ്പം ഞാൻ ഈ ഗ്രൂപ്പ് ചർച്ചകളോടും ഒന്നും അത്ര താല്പര്യമുള്ളൊരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ട് മാറി. ഈ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുമെന്ന് കാണിച്ചു. കാരണം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് ഗ്രൂപ്പുമായിട്ടൊന്നും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും പല ഗ്രൂപ്പുകൾ പലയിടത്തും ഉണ്ടാവും. ഇതൊന്നും ആരെയും ബാധിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ആരുടെയും ഗ്രൂപ്പ് നോക്കിയല്ല ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നത്. ഞാൻ ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം നോക്കിയിട്ടും അദ്ദേഹത്തിന് എത്രത്തോളം അമ്മയെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാനൊരു വ്യക്തിക്ക് വോട്ട് കൊടുക്കുന്നത്. ഒരു ഗ്രൂപ്പിനും എന്നെ സ്വാധീനിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് പ്രസിഡന്റ് ആവാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ആളൊന്നും ഇപ്പോൾ ഈ ലിസ്റ്റിലില്ല. ഇപ്പോൾ ഈ നിൽക്കുന്ന നോമിനേഷൻസിൽ ഞാൻ ആഗ്രഹിക്കുന്നവരാരുമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അതിനെ പറ്റിയിട്ട് പറയണം? അല്ല, അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ എന്തായാലും അതിൽ തന്നെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങളുടെ സംഘടനയുള്ളിൽ തന്നെ. ഈ നോമിനേഷൻസ് നിൽക്കുന്നതിൽ പോലും നിങ്ങൾക്ക് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട്? അത് ഡെമോക്രസി അല്ലേ? ഡെമോക്രസി 507 മെമ്പേഴ്സ് അമ്മയിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വലി അവകാശമില്ലേ മത്സരിക്കാൻ? ഇല്ലേ? അപ്പോൾ അതിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് അവരൊരു തീരുമാനിക്കുന്ന ഒരു നോമിനേഷൻ കൊടുത്തേക്കുന്നു. അതിൽ എനിക്ക് എല്ലാത്തിനും ഇല്ലില്ല. ഞാൻ മത്സരിക്കാനുള്ള സാധ്യത ആദ്യം തൊട്ട് പറയുന്നുണ്ടല്ലോ. കുറേ ആദ്യത്തെ ഇലക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ഇലക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു. സാധ്യത വരാറായിട്ടില്ല. അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ ഞാൻ നോക്കാറുണ്ട്. എനിക്ക് മത്സരിക്കണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങൾ എൻ്റെ ഓൺ പേഴ്സണൽ സൈഡിൽ നിന്ന് ഞാൻ നോക്കാറുണ്ട്. അത് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് കൊടുത്തില്ല. താങ്ക് യു.